ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ തോമസ് തറയിൽ മെത്രാപ്പോലീത്ത അച്ഛനെ കാണാൻ ഈയിടെ വന്നിരുന്നു എന്ന് കേട്ടു. പെരുന്തോട്ടം പിതാവ് വന്നായിരുന്നു അല്ലേ? പിന്നെ പൗത്യ പിതാവിൻ്റെ ആണെങ്കിൽ കുമ്പസാരക്കാരനോടെ ആയിരുന്നല്ലോ അല്ലേ? 10 വർഷം. ഇതൊക്കെ ദൈവം പ്രത്യേകം തന്ന വലിയ കരുണയാണ് കേട്ടോ, അല്ലേ? എന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും കേട്ടോ. പിന്നെ ഈ നോവിസസ്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവസരം എനിക്ക് വേണ്ടി വകഞ്ഞു മാറ്റി തന്നത് ബഹുമാനപ്പെട്ട ലതോയ്ക്കച്ചൻ തന്നെയാണ് കേട്ടോ. നോവിസ് മാസ്റ്ററായിരുന്നു. അല്ല, ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞത് അത് 2016 അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ നോവിസ് ആയിരുന്ന സമയത്ത് നവസന്യാസിയായിട്ട് അവിടെ വന്ന് 2 വർഷത്തിനിടയിൽ നമ്മുടെ നവമാലിക, കൊച്ചുത്രസ്യായുടെ ചരിത്രം മുഴുവന്, അമ്മത്രസ്യായുടെ കൃതികൾ, ഇതെല്ലാം വായിക്കാനായിട്ടുള്ള പ്രേരണ, അതിലെല്ലാം കൂടുതലായിട്ട് കണിയാരകത്തച്ഛൻ്റെ സങ്കീർത്തനത്തെക്കുറിച്ച് 1 വർഷം ക്ലാസ് എടുക്കാണ്ട് വരികയില്ലാന്ന് പറഞ്ഞു. അപ്പം പകരം എന്നെക്കൊണ്ട് ആ ക്ലാസ് അന്ന് എടുപ്പിച്ചു. എനിക്കന്ന് ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ പോലും മനസ്സിലായില്ല. പക്ഷേ സബോരിനോ എസ് എഴുതിയ 1, 2 വോളിയത്തിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കുകയും ദിവ്യതയുടെ ഭാവഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് മലയാളത്തിൽ എഴുതിയൊരു പുസ്തകമുണ്ട്, അതും ബേസ് ചെയ്ത് അതെന്നെ ഒത്തിരി സഹായിച്ചു ആ പുസ്തകം. അതുപോലെ മലയാളത്തിലുള്ള സങ്കീർത്തന സംബന്ധമായ കാര്യങ്ങളെല്ലാം ഞാനെടുത്ത് പഠിച്ച് അത് കഴിഞ്ഞ് എൻ്റെ സീനിയേഴ്സിനെയും എൻ്റെ ബാച്ചിലും പെട്ടവർക്ക് ക്ലാസ് എടുക്കാനുള്ള അനുമതിയും എല്ലാം തന്നത് എനിക്ക് വലിയ ധൈര്യം തന്നു മുന്നോട്ടുള്ള പോക്കിൽ. അതുപോലെ തന്നെ അന്ന് കഥാപ്രസംഗ രൂപത്തിൽ ഈ കൊച്ചുത്രസ്യായുടെ ജീവചരിത്രം മുഴുവനും അന്ന് നവസന്യാസികളെ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗാനങ്ങൾ ഞാൻ എഴുതുകയും ഒക്കെ ചെയ്തു. കഥാപ്രസംഗം തന്നെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. മനസ്സിലായില്ല? അതാണ് ഇപ്പോഴും രചനയിൽ തുടരുന്നത് കേട്ടോ. അത് ഈയിടെ 11 അധ്യായമുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയതല്ല. മഹാകവി വർഗീസ് ശക്തിമംഗലം എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് മാർത്തോമായതിൻ്റെ വിശ്വാസിയാണ് അദ്ദേഹം, കത്തോലിക്കനല്ല. അദ്ദേഹം 10, 18, 20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വായിച്ച ഫാദർ ഡാമീൻ അദ്ദേഹം എഴുതിയതാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. അപ്പം നമ്മുടെ സഭാപരമായിട്ടല്ല, വളരെ സ്വതന്ത്രമായിട്ട് പഠിച്ചു. അങ്ങനെ ക്രിസ്തുവും ബുദ്ധനും കൃഷ്ണനും അവരുടെ ദർശനങ്ങളെക്കുറിച്ച് പുള്ളി 70 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് 1-2 മഹാകാവ്യങ്ങൾ എഴുതി. അവസാനം ഒരു പുസ്തകം എഴുതി, ക്രിസ്തു പരസഹസ്രനാമം. ക്രിസ്തു സഹസ്രനാമം എഴുതിയ ആളെ അറിയാമല്ലോ, ഓർക്കുന്നില്ലേ? ഐസി ചാക്കോ. അത് സംസ്കൃതത്തിലാണ്. ഇത് മലയാളത്തിൽ ക്രിസ്തു പരസഹസ്രനാമം 11 അധ്യായങ്ങളിലായിട്ട് എഴുതി. എന്ന് പറഞ്ഞാൽ 2000 വിശേഷണങ്ങൾ യേശുവിനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്. അപ്പം ആ പുസ്തകം DTP ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടുത്ത സമയത്ത് അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ട് 11 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നടത്താൻ വേണ്ടി ഒരുങ്ങിക്കിടക്കുക. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പം എന്നോട് പറഞ്ഞു, ആ ബുക്ക് നമുക്കൊന്ന് ചെയ്യണം. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് അദ്ദേഹം ആരോഗ്യത്തോടെ വന്ന് ഈ ബുക്ക് ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണേ. കാരണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്നത്തെ കാലത്ത് കയറിയാൽ തിരിച്ച് വരുന്നത് ഒന്നെങ്കിൽ ഓർമ്മയില്ലാതെ വരത്തുള്ളൂ, അതല്ലെങ്കിൽ മരിച്ചേ വരാറുള്ളൂ. വളരെ അപൂർവം പേര് രക്ഷപ്പെടാറുള്ളൂ. അത്രയും തീവ്രമായ രോഗത്തിലായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അദ്ദേഹം ആ പുസ്തകം പ്രകാശനം ചെയ്തു. ചങ്ങനാശ്ശേരിയിലെ പ്രസ്സിൽ അച്ചടിച്ചു. അതിൻ്റെ അകത്ത് അവതാരിക പോലെയുള്ള ഒരു പഠനക്കുറിപ്പിന് 2 പേജ് എനിക്ക് തന്നു. 1 പേജ് പുതിയ പ്രൗഢശാലത്തിനെ കൊണ്ട് എഴുതിച്ചു. ആ പുസ്തകം മുഴുവൻ 11 അധ്യായവും ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഞാൻ 11 ഭാഗങ്ങളായിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പം യേശുവിനെക്കുറിച്ചുള്ള എല്ലാവർക്കും കേൾക്കാമല്ലോ. അങ്ങനെ റെക്കോർഡ് ചെയ്ത്
അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യം ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെയുള്ള ധൈര്യവും അവസരവും തന്നത് ഇനോഷ്യേറ്റീവ്സ് വെച്ച് കിട്ടിയ സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ടേപ്പ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴൊക്കെ അഭിമുഖങ്ങളായിട്ട് വല്ലയിടത്തൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപദേശ സഭാംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുണ്ടോ? നല്ല നിർദ്ദേശം എന്തെങ്കിലും എല്ലാവർക്കും വേണ്ടി, ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും ഇതുവരെയുള്ള ജീവിത അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ? ആത്മാർത്ഥതയോടെ സന്യാസ ജീവിതം നയിക്കാൻ ആരംഭിക്കുന്നവർ ഒത്തിരി സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് വരുന്നുണ്ട്. ആത്മാർത്ഥതയോടെ സന്യാസ ജീവിതം ആരംഭതീഷ്ണതയോടെ നയിക്കുവാനായിട്ട് ആവശ്യമായ ഒത്തിരി അവസരങ്ങളും സാഹചര്യങ്ങളും സഭ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? അത് ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ഒത്തിരി ഉപകാരം ഭാവി തലമുറയിൽ പലർക്കും ഉണ്ടാകും ഇല്ലേ? സംശയമൊന്നുമില്ല. ഇതൊരു നല്ല സന്ദേശമാണ് കേട്ടോ. ഞാൻ ഇവിടെ സന്തോഷമായിരിക്കുന്നല്ലോ ഇല്ലേ? എല്ലാവരോടും എന്നാ പറയണം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ? പ്രൊവിൻഷ്യൽ ഹൗസിലാണല്ലോ ഞാനിപ്പോൾ, അവിടുത്തെ ലൈബ്രറിയനായിട്ടാണ് ഞാനിപ്പം ജോലി ചെയ്യുന്നത് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അവരോട് എന്ത് പറയണം? പൂർണ്ണമായും രോഗാവസ്ഥയിലല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാം ഇല്ലേ? പിന്നെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റെല്ലാവരും കൂടിയാണ് വർക്ക് ചെയ്തത്. ഞാനതിൻ്റെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഇംഗ്ലീഷ് വിഭാഗം ടീച്ചറേറ്റിനാണ് ചെയ്യുന്നത്, മലയാളം വിഭാഗം ഞാൻ ചെയ്യുന്നു കേട്ടോ. ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് എനിക്കൊരു മാര്യേജ് ബ്ലെസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോവുകയാണ്. അത് അതിരമ്പുഴ പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതെ, തീർച്ചയായിട്ടും. കാപ്പിയെല്ലാം കുടിച്ചു കേട്ടോ. അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് ഒത്തിരി അച്ഛന്മാരുണ്ടായിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഒത്തിരി അഭിമാനിക്കാം കേട്ടോ. എന്നാൽ ശരി, ആയിക്കോട്ടെ അച്ഛാ, താങ്ക് യു.